ഇന്ത്യൻ കായിക പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന 2026 കോമൺവെൽത്ത് ഗെയിംസിനുള്ള 32 അംഗ ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിനെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 2 വരെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ് ഈ കായിക മാമാങ്കം അരങ്ങേറുന്നത്. 22 പുരുഷന്മാരും 10 വനിതകളും ഉൾപ്പെടുന്ന കരുത്തുറ്റ നിരയാണ് ഇത്തവണ ഇന്ത്യക്കായി ട്രാക്കിലും ഫീൽഡിലും ഇറങ്ങുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനത്തിനൊപ്പം ഇന്ത്യൻ ആരാധകരെ വലിയൊരു ആശങ്കയിലാഴ്ത്തുന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. നമ്മുടെ ഗോൾഡൻ ബോയ് ഒളിമ്പ്യൻ നീരജ് ചോപ്ര ഇന്ത്യൻ ജാവലിൻ ത്രോ ടീമിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഗ്ലാസ്ഗോയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നം ബാക്കിയാണ്. 2 തവണ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ നീരജ് ചോപ്ര കഴിഞ്ഞ 9 മാസങ്ങളായി കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഈ സീസണിൽ ഇതുവരെ ഒരു മത്സരത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും പരിക്കു കാരണം നീരജിന് തന്റെ സ്വർണ്ണ മെഡൽ നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ ഒരു മെഡൽ നീരജ് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും അതിനു മുന്നിൽ വലിയൊരു കടമ്പയുണ്ട്. ടീമിൽ ഇടം പിടിച്ചെങ്കിലും ടൂർണമെന്റിൽ പങ്കെടുക്കണമെങ്കിൽ AFI നിശ്ചയിച്ചിട്ടുള്ള 82.61 മീറ്റർ എന്ന മിനിമം യോഗ്യതാ മാനദണ്ഡം നീരജ് മറികടക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന ദോഹ ഡയമണ്ട് ലീഗിൽ പോലും നീരജിന്റെ പേരില്ലാത്തതിനാൽ ചരിത്രത്തിലെ ഈ മഹാമേരു എപ്പോൾ സീസണിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് ഇപ്പോഴും സസ്പെൻസ് ആണ്. നീരജ് ചോപ്ര തന്റെ പരുക്കുമാറി യോഗ്യതാ മാർക്കും കടന്ന് ഗ്ലാസ്ഗോയിൽ ഇന്ത്യക്കായി വീണ്ടും ഒരു ചരിത്രം കുറിക്കുമോ, അതോ യുവതാരങ്ങളായ രോഹിത്തും യാഷ്വീറും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ കാക്കുമോ എന്നും കാത്തിരുന്നു കാണാം.